നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2018 സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡ് വിട്ടുകൊണ്ട് യുവന്റസിലേക്ക് ചേക്കേറിയത്. 3 വർഷക്കാലമാണ് യുവന്റസിൽ അദ്ദേഹം ചിലവഴിച്ചത്. അവർക്ക് വേണ്ടി ആകെ 134 മത്സരങ്ങൾ കളിച്ച റൊണാൾഡോ 101 ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അവരോടൊപ്പം 5 കിരീടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് 2021 തൻ്റെ മുൻ ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ചേക്കേറുകയായിരുന്നു. ഈയിടെയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ മുൻ ക്ലബ്ബായ യുവന്റസിനെതിരെ ഒരു കേസ് നൽകിയിരുന്നത്. അതായത് കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്ത് യുവന്റസ് വെട്ടിക്കുറച്ച വേതനം തനിക്കവർ നൽകാനുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ പരാതി നൽകിയിരുന്നത്. 20 മില്യൺ യൂറോയോളമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ലഭിക്കാനുള്ളത്. എന്നാൽ യുവന്റസ് ഇത് നിഷേധിച്ചിട്ടുണ്ട്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകുന്ന സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ സാലറി വേണ്ടെന്ന് സമ്മതിച്ചിരുന്നു എന്നാണ് യുവന്റസ് മറുവാദമായിക്കൊണ്ട് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. ഏതായാലും ഈ കേസ് ഇപ്പോൾ നീണ്ടുപോവുകയാണ്. അടുത്ത മാസം ഒരു ഹിയറിംഗ് കൂടിയുണ്ട്. മാത്രമല്ല അടുത്ത വർഷം ഏപ്രിൽ മാസത്തിലാണ് ഇക്കാര്യത്തിൽ വിധി വരിക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും എന്നത് വ്യക്തമാണ്. എന്നാൽ യുവന്റസ് ഇതുവരെ താരവുമായി ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിട്ടില്ല. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. സമീപകാലത്ത് സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ഒരു ക്ലബ്ബ് കൂടിയാണ് യുവന്റസ്. പൗലോ ദിബാല ഉൾപ്പെടെയുള്ള മുൻ താരങ്ങൾ ക്ലബിനെതിരെ നീക്കങ്ങൾ നടത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിൻ്റെ താരമാണ്. വലിയ ഒരു സാലറിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കായിക ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്ന താരങ്ങളിൽ ഒരാൾ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഏകദേശം 200 മില്യൺ യൂറോയോളം അദ്ദേഹത്തിന് ഒരു സീസണിൽ സമ്പാദിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.